നമ്മുടെ ഈ സമ്മർ സീസണിൽ ശരീരത്തിന് നല്ല കൂളിംഗ് ആക്കാനും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ പുഡിങ്ങിൻ്റെ പേരാണ് കൊക്കോ മാംഗോ സാഗോ പുഡിംഗ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് ഇത്. ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മാങ്ങ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത മാങ്ങ 2 വലുതെടുത്ത് വയ്ക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ്, കോക്കനട്ട് മിൽക്ക്, ഫ്രഷ് ക്രീം, ചവ്വരി എന്നിവയാണ് നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ അളവുകൾ ഞാൻ ഓരോന്നും എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യമായി നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ ഏകദേശം 1 ലിറ്ററോളം വെള്ളം തിളപ്പിക്കാനായി വയ്ക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ ഒരു 3/4 കപ്പോളം ചവ്വരി ഈ വെള്ളത്തിലേക്കിട്ട് ഗ്ലാസിയും സോഫ്റ്റിയും ആവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മുടെ ചവ്വരി അല്പം ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സോളം ഒരു ലിഡ് വെച്ച് മൂടി വെച്ചാലും മതി. അങ്ങനെ നമ്മുടെ ചവ്വരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മാംഗോ പൾപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു മാങ്ങയെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് കോക്കനട്ട് മിൽക്കും 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതാണ് നല്ലത്. ഇത് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചവ്വരി നല്ല കറക്റ്റ് വേവായി സെറ്റായിട്ടുണ്ടാകും. അതിനെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അതിനുള്ള വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ചവ്വരി പരസ്പരം ഒട്ടാതെ ഒന്നൊന്നായി കിട്ടാൻ വേണ്ടി അപ്പോൾ തന്നെ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പശപ്പൊന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്ത ചവ്വരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോക്കനട്ട് മിൽക്കും 5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഓരോരുത്തരുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ.
ഈ മിക്സും ഒരു അല്പനേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കൂളാക്കി എടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യമായി ഒരു ഗ്ലാസ്സിലേക്ക് ചവ്വരി മിക്സ് ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിലായി നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെറിയ ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മാംഗോ പീസസും ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഭംഗിക്കായി അല്പം പുതിന ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊക്കോ മാംഗോ സാഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സെയിം മിക്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്മൂത്തി കൂടി റെഡിയാക്കി എടുത്താലോ? അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സാഗോ മിക്സിലേക്ക് മാംഗോ പൾപ്പ് മിക്സും ക്യൂബ്സാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മാംഗോ പീസസും പിന്നെ വേണമെങ്കിൽ ഫ്രഷ് ക്രീമോ കോക്കനട്ട് മിൽക്കും അല്പം കൂടി ആഡ് ചെയ്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്കാക്കി ഒരു ജ്യൂസ് പോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്മൂത്തി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ പുഡിങ്ങും സ്മൂത്തിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൂടി നോക്കണേ. നല്ല യമ്മി ആൻഡ് ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണേ. തീർച്ചയായും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.